അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഐഷമ്മ മുറ്റത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. റബ്ബേ, മഴയാണ്. ഈ ഷാമോൻ ഇത് എവിടെ പോയി കിടക്കുക? ഓൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് കുറച്ച് നേരത്തെ വരുന്നൊക്കെ. ഓനെ കാണാനില്ലല്ലോ. ഉമ്മ ഫോണെടുത്ത് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കരുതി. ഈ പെണ്ണിങ്ങനെ പത്തും തേഞ്ഞ് നിൽക്കുമ്പോൾ ഓനത് വരാതെ പറഞ്ഞിട്ട് എവിടേക്ക് പോയിന്നാവോ. ഉമ്മയുടെ മനസ്സിൽ സമാധാനമില്ലായിരുന്നു. കാരണം നുസൈബയുടെ സ്ഥിതി ആലോചിച്ചിട്ട് റബ്ബേ, എപ്പോഴാ ഏതൊക്കെ എങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റൂലല്ലോ. റഹ്മാനെ നീ കാക്ക്. എന്നാൽ ഷമ്മാസിനെ ഏറെ നേരേറ്റും കാണുന്നില്ല. ഓ വീട്ടിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇപ്പം എന്ത് പറ്റി? ഉമ്മ ഫോണെടുത്ത് വിളിച്ചു നോക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. പഠിച്ചോനെ, ഈ കുട്ടിപ്പോ പെട്ടെന്നതാ ഫോൺ ഇങ്ങോട്ട് വരുന്നു. ഹലോ മോനെ, എവിടെ മോനെയ്യേ? ഉമ്മ, ഞാനിപ്പോൾ വരാം. എന്ത്, എവിടെ നെയ്യല്ലേ കുറച്ച് നേരത്തെ പുറപ്പെട്ടു ഒക്കെ പറഞ്ഞത്? ആ, ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്താ മോനെ? അതൊക്കെ കാണാം ഉമ്മ. ഉമ്മ കുറേ ആലോചിച്ചു, എന്തായിരിക്കും റബ്ബേ ആ ഒരു സർപ്രൈസ് എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്നത് ഷമ്മാസിൻ്റെ കാർ അങ്ങോട്ട് കടന്നു വരുന്നു. അവൻ ഡോർ തുറങ്ങി പുറത്തിറങ്ങി. എന്നിട്ട് മറുഭാഗത്ത് ചെന്ന് ഡോർ തുറന്ന് ബെൽറ്റ് അഴിച്ച് കുട്ടിനെ എടുക്കുന്നത് ഉമ്മ കണ്ടു. പഠിച്ചോനെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ, ആരിത്? ഉമ്മമാരുടെ കുട്ടി വന്നിക്കണോ? അല്ല മോനെ, ഉസ്താദ് എവിടെ? ഉമ്മ, ഉസ്താദ് വന്നിട്ടില്ല. കുട്ടി പള്ളിയിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. പഠിച്ചോനെ, എവിടെ ഉമ്മമാരുടെ കുട്ടി? നുസിയേ, സെമിയേ, എടീ ഇങ്ങോട്ട് വന്നോക്കാണീ. അവർ രണ്ടുപേരും വന്നു. എന്തുമ്മ? നുസിയും അതാ വയറുമായി വന്നിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കാളെടി, എനിക്കൊരു കുട്ടീനെ കിട്ടിയിരിക്കണേ. ഉമ്മ ആ കുട്ടിയെ വാരിയെടുത്ത് കുറേ ചുംബിച്ചു. പഠിച്ചോനെ, ഉമ്മമാൻ്റെ കുട്ടി എവിടെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഐഷുവിന് അത് വല്ലാത്തൊരു ഭാഗ്യമായി തോന്നി. അതെ, ഉമ്മയും ഇല്ലാത്തതെനിക്ക് ഇതാ എന്നെ നോക്കാൻ കുറേ ഉമ്മകളും ഉമ്മമ്മമാരും ഉണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. ഉമ്മമാൻ്റെ കുട്ടി എവിടെയായിരുന്നു? ഉമ്മമ്മ, ഞാൻ പള്ളിയിലായിരുന്നു. പള്ളിയിലോ? പഠിച്ചോനെ, നല്ല മോളാണ് കേട്ടോ. നമുക്കിനി ഇവിടെ നിൽക്കട്ടോ. ഉപ്പച്ചി പഠിപ്പിക്കലും ബാങ്ക് കൊടുക്കലും നിസ്കരിക്കലൊക്കെ ചെയ്യേണ്ട ആളല്ലേ. അപ്പം പിന്നെ നമ്മളിവിടെ നിൽക്കണം കേട്ടോ. ഇവിടെ നല്ല മോൾക്ക് കളിക്കാൻ ഇഷ്ടംപോലെ മുറ്റുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളിക്കോപ്പൊക്കെ ഷമ്മാസ്കൊക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ മാത്രമല്ല, ഇവിടെതാ നുസിത്തയുണ്ട്, സമീറത്തിയുണ്ട്. അത് ഉമ്മച്ചിയല്ലേ ഉമ്മമ്മ? ആ കുട്ടിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഐഷുമ്മ മുഖം വല്ലാതെ അങ്ങ് ഇടങ്ങാറായിപ്പോയി. പഠിച്ചോനെ, പാവം. ആ മോളെ ഉമ്മച്ചിന്ന് വിളിച്ചോ? സെമിയെ മോളെ, അന്നെ ഉമ്മച്ചി വിളിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലടി. ഇല്ലുമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സമീറ അവളെ വാരിയെടുത്തും ചുംബിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട്. മോളെ, പൊന്നുമോള്. ഉമ്മമ്മ, ഞാൻ അന്ന് ഉമ്മച്ചിനെ കണ്ടപ്പോൾ ഉപ്പച്ചിനോട് പറഞ്ഞു ഉമ്മച്ചിൻ്റെ കൂടെ പോകണമെന്നല്ലോ. പക്ഷെ ഉപ്പച്ചി വിട്ടില്ല. അത് മോളെ, എന്തായാലും വന്നല്ലോ. ഉമ്മാൻ്റെ കുട്ടി വന്നല്ലോ. എടി സെമിയെ, കുട്ടിക്ക് എന്ത് എടുത്തു കൊടുത്താടി? പൊന്നു മോളെ, എന്താ എടി, ആ ഓർലിക്സ് ഉണ്ട്, ഫ്രിഡ്ജിൽ പാലും ഉണ്ട്, കാച്ചിക്കാണ്ടേ കുറച്ച് ഇട്ട് കൊടുത്താൽ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. പൊന്നു മോൾക്ക് എന്താ വേണ്ടിയത്? ഉമ്മമ്മ, എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമായിക്കണ്. സത്യം പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും അത് വല്ലാത്തൊരു സന്തോഷമായി. അതെ, പുത്തൻ വീട് തറവാട്ടിൽ ഉസ്താദിൻ്റെ കുട്ടി എത്തിയപ്പോൾ അവർക്കും പെരുത്ത് സന്തോഷം. ഷമ്മാസ് അവളെ വാരിയെടുത്ത്. മോളെ ഐഷു. പിന്നെ ഐഷുവിൻ്റെ പേര് തന്നെ കേട്ടോ ഇവിടുത്തെ ഉമ്മമാക്കുള്ളത്. ആണോ ഉമ്മമ്മ? അതെ മോളെ, എൻ്റെ പേര് ഐഷുമ്മ എന്നല്ലേ. എല്ലാവരും ഐഷുമ്മ എന്നല്ലേ വിളിക്കണത്. കുട്ടിൻ്റെ പേര് ഐഷു എന്നാണല്ലേ ഉമ്മമ്മ? നല്ല പേരില്ലേ? അതെ മോളെ, നമുക്ക് രണ്ടാക്കും നല്ല പേര് കിട്ടിയിരിക്കണ്, ഐഷു എന്നുള്ള. എന്നാൽ അപ്പോഴേക്കും സമീറ അതാ ഹോർലിക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നു. കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് കഴുകി മുറിച്ചു കൊണ്ടുവന്നു. മോളെ, ഇന്ന് ഇത് കഴിച്ചോ? ഉമ്മച്ചി, എനിക്ക് എൻ്റെ ഉമ്മച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തരുമായിരുന്നില്ലേ? മോളെ, മോളുടെ ഉമ്മച്ചി തന്നെ ഉണ്ടത്. ഇത് ഉമ്മച്ചി, ഇത് ഉമ്മമ്മ, ഇത് അമ്മായി, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, മോൾക്ക് എല്ലാവരും ഉണ്ടല്ലോ. അവൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കുടിച്ചു. ഫ്രൂട്ട്സ് കഴുകി മുറിച്ച് കൊണ്ടുവന്നു. ആപ്പിളും പേരക്കയും എല്ലാം ഉണ്ടായിരുന്നു. മോളെ, എന്നാ ഇത് കഴിച്ചോ.
നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട മകള് അന്ന് പോയപ്പോൾ തന്നെ വേർപിരിഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. ഇമാമത്ത് നിൽക്കുമ്പോഴും ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഉസ്താദിന് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു ആവലാതിയായിരുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിൽ അല്പം സമാധാനമുണ്ട്. കാരണം ശരിയാണ്, പള്ളിയാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ കുട്ടിയെ എപ്പോഴും അവൾ ഉമ്മ നോക്കുന്ന പോലെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ ഉസ്താദ് അന്ന് ഇശാഹ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ തൻ്റെ പൊന്നുമോൾ തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന സമയമാണിത്. ഉപ്പച്ചി, മോളെ ഭക്ഷണം കഴിക്കുക. ഉപ്പച്ചിൻ്റെ നിസ്കാരം കഴിയുമ്പോൾ ഞാൻ അവിടെ നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, മെല്ലാണ് കേട്ടോ കളിച്ചത്. ഉപ്പച്ചിൻ്റെ കുട്ടി വരി, നമുക്ക് ഭക്ഷണം കഴിക്കുക. ഉപ്പച്ചി, എനിക്കെന്താ ഉപ്പച്ചിൻ്റെ കൂടെ നിസ്കരിക്കാൻ പറ്റാത്തത്? മോളെ ഒന്നുമല്ല, മോള് പെൺകുട്ടിയല്ലേ. പിന്നെ ഉപ്പച്ചി, പെൺകുട്ടികൾ പള്ളിൻ്റെ അകത്ത് നിൽക്കാൻ പാടില്ലേ? മോളെ അതുകൊണ്ടൊന്നല്ല. എന്നാലും സത്യം പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ പൊന്നുമോൾ അന്ന് കൂടെയില്ലാത്തത് ഉസ്താദിനെ വളരെയധികം പ്രയാസമുണ്ടാക്കി. ഉസ്താദിന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ആ നിമിഷം തന്നെ അതാ മോനെ, എടാ ഷാമോനെ ഒന്ന് വിളിച്ചറിഞ്ഞാറടാ, ഉസ്താദിനൊരു ഫോട്ടോ വിട്ടെടുത്താണ് ഉമ്മാൻ്റെ കുട്ടി, ഓള് ചായ കുടിച്ചിരുന്നതും ഒക്കെ ഒന്ന് ഇട്ടെടുക്കി. ഉമ്മ ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവില്ല മോനെ? ഉമ്മ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അതാ ഉസ്താദിന് ഷമ്മാസ് ഫോട്ടോ വിട്ടുകൊടുക്കുന്നു. പെട്ടെന്ന് ഉസ്താദിൻ്റെ വാട്സപ്പിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നു. ഉസ്താദ് വെറുതെ ഫോൺ എടുത്ത് നോക്കി. ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, തൻ്റെ പ്രിയപ്പെട്ട മോൾ ഫ്രൂട്ട്സും പാലും എന്തൊക്കെ കഴിക്കുന്ന ഫോട്ടോ ആണ് വന്നത്. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും സങ്കടം അടക്കി പിടിച്ച് ഉസ്താദ് ഒരു വോയിസ് ഇട്ടു. പൊന്നുമോളെ, ഉപ്പച്ചിൻ്റെ കുട്ടി എന്തൊക്കെ കഴിക്കണത് ഉപ്പച്ചിക്കുണ്ടോ? അത് ഷമ്മാസ് പ്ലേ ചെയ്തു. എന്തെൻ്റെ ഉപ്പച്ചി പറഞ്ഞത്? ഉപ്പച്ചിക്കുണ്ടോന്ന്. മോളെ വോയിസ് അയച്ചു. ഉപ്പച്ചിക്ക് പാല് വേണോ? ഹോർലിക്സ് വേണോ? ഫ്രൂട്ട്സ് വേണോ? പിന്നെ ഉപ്പച്ചി ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മച്ചിയുണ്ട്, ഉമ്മമ്മയുണ്ട്, ഇക്കാക്കിയുണ്ട്, അമ്മായിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഉപ്പച്ചിക്ക് ഞാനല്ലെങ്കിൽ പേടിയാവോ? എനിക്കൊരു പേടിയില്ല. പിന്നെ ഞാനിന്ന് ചിലപ്പോൾ ഉമ്മമ്മാൻ്റെ കൂടെ കിടക്കും, അല്ലെങ്കിൽ ഉമ്മച്ചിൻ്റെ കൂടെ കിടക്കും. ഉപ്പച്ചി വരുന്നോ ഇന്നിങ്ങോട്ട്? സത്യം പറഞ്ഞാൽ തൻ്റെ പൊന്നുമോളുടെ ആ ഒരു വോയിസ് കേട്ട് ഉസ്താദ് കരഞ്ഞു പോയി. റബ്ബേ അല്ലാ, എൻ്റെ കുട്ടിക്ക് സമാധാനമുള്ള സ്ഥലം നീ എത്തിച്ചു കൊടുത്തില്ലല്ലോ. അൽഹംദുലില്ലാ, അവർക്ക് എൻ്റെ കുട്ടിയോട് ദയ തോന്നണേ അല്ലാ, സ്നേഹം തോന്നണേ പഠിച്ചോനെ. സത്യം പറഞ്ഞാൽ ഐഷുവിന് പുത്തൻവീട് തറവാട്ടിലെ എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവരുടെ സ്വഭാവമെല്ലാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. ഉസ്താദ് കണ്ണീരോടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റഹ്മാനെ അല്ലാ, സ്നേഹം ഇട്ട് കൊടുക്ക് റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് ആരുമില്ലാത്ത അനാഥ കുട്ടിയാണ് റബ്ബേ. എൻ്റെ കുട്ടിക്ക് ഒരു ഉമ്മയുടെയും ഉമ്മയുടെയൊക്കെ സ്നേഹം നീ കൊടുക്ക് റഹ്മാനെ. എന്നാൽ ഐഷുവിന് കിട്ടിയപ്പോൾ എല്ലാവർക്കും പെരുത്ത സന്തോഷം. പുത്തൻവീട് തറവാട് ഉണർന്ന പോലെ അത് ആ കുട്ടിയുടെ കിളിക്കൊഞ്ചലും ആ ഒരു സംസാരവും ആ ഒരു ഓട്ടവും ചാട്ടവും എല്ലാം എല്ലാവരുടെയും മനസ്സിലും വളരെയധികം സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഉമ്മ പറഞ്ഞു, അല്ലെങ്കിലും കുട്ടികൾ പെരക്കൊരു ബർക്കത്ത് തന്നെ അല്ലേ. കുട്ടികളുണ്ടായി കിട്ടിയാൽ. എൻ്റെ നവാസിൻ്റെ മക്കൾ കണ്ട് പോയതിൻ്റെ ശേഷം വല്ലാത്തൊരു സങ്കടം വേദന ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സമാധാനമുണ്ട്. കാരണം മറ്റോൾ ഇങ്ങനെ ഇടങ്ങാറാക്കാൻ വരില്ല സൗദാനെ കുട്ടികളെ അങ്ങനെ കൊണ്ടാകാനും. ഒരു ഭാഗത്ത് സമാധാനമുണ്ട്, ഒരു ഭാഗത്ത് മനസ്സിക്ക് നല്ലോ വേദന ഉണ്ടായിരുന്നു. പൊടിച്ചവിടെ വെച്ചേക്കേനു. എന്താ അറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴെല്ലാക്കാണ് മാറിയത്. പിന്നെ അൽഹംദുലില്ലാ ഇപ്പം അതാ പടച്ച റബ്ബ് നമുക്കൊരു കുട്ടീനെ തന്നിക്കണ്. അത് മാത്രമല്ല എൻ്റെ പേരക്കുട്ടി ഇതാ വരാൻ നിൽക്കണേ. അത് കേട്ടപ്പോൾ എല്ലാവരും മുഖത്ത് ഒന്ന് പുഞ്ചിരിച്ചു. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ. റബ്ബേ, ഞാനൊരു ഉപ്പയാവാൻ പോകണല്ലേ. ഉമ്മ മോനെ, ഇനി വല്ലാതെ ഉമ്മാൻ്റെ കുട്ടി നേരം പകരുതിട്ടാ. ഞാൻ പറയണം എന്താന്ന് വെച്ചാൽ നട്ടപ്പാതിരാക്കൊന്നേ കയറി വരരുത് എന്ന് പറയാം. ഇനിയിപ്പോൾ മൊബൈലും കടയൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാളാം. ഇനി കുറച്ചൊക്കെ പകലും നേരൊക്കെ ഇവിടെ ആണുങ്ങളില്ലാത്തല്ലേ. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലേ ഉമ്മാൻ്റെ കുട്ടി ഞങ്ങനെ വിട്ട് കഴിഞ്ഞ് പോലിട്ടാ. ഉമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ. ഫോണില്ല ഉമ്മ,
അല്ല മോനെ, എന്നാലൊരു കരുതലും ആണ്ടേ, പറയാൻ പറ്റൂലേ. ഉമ്മാക്ക് ആകെ ആവലാതിയായിരുന്നു. പെട്ടെന്ന് അതാ ഐഷ ഓടി വന്നു. ഉമ്മമ്മ എന്താ ഇറങ്ങാത്തത്? മോളെ, ഉമ്മമ്മ പെട്ടെന്നൊന്നും ഉറങ്ങൂല. ഉമ്മമ്മ കുറേ ഈ തസ്ബീം ചൊല്ലിയും കൊണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ അത് പണ്ടേയാണ് ശീലമായതാണ്. പക്ഷെ എൻ്റെ നുസിയൊക്കെ ഓളൊക്കെ പറയും വേഗം ഉറങ്ങണം, വേഗം നീച്ചണം. അങ്ങനെയല്ല, എനിക്ക് അങ്ങോട്ട് ഉറക്ക് വന്ന് കിട്ടൂല. ഓരോന്ന് വർത്താനം പറഞ്ഞ് ദിക്റും സ്വലാത്തും ചൊല്ലി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. ഉമ്മാൻ്റെ കുട്ടി പോയി കിടന്നോളി. നുസിയേ പോയി എന്തേ കഴിച്ചുകാണ്ട് പോയി കിടന്നോളി. ഇനി അന്തിക്ക് കുറേ നേരം നിൽക്കണ്ട. സെമീറ മോളെ, സെമിയെ എടി എന്തേ തിന്ന് കിടന്നോളി പോയിക്കാണ്ട്. ഉമ്മമാരുടെ കുട്ടി ഇന്ന് ആരടുത്ത് കിടക്കണ? ഉമ്മമാരുടെ അടുത്ത് കിടക്കല്ല. എനിക്ക് പൂജയായിട്ടാണെടി. ഉമ്മമ്മ എനിക്ക് ഇന്ന് ഉമ്മച്ചിൻ്റെ അടുത്ത്, നാളെ ഉമ്മമാരുടെ അടുത്ത്. എടി ഇന്ന് എൻ്റെ ഇപ്പം പാടി എനിക്ക് വല്ലാത്ത പൂജയാണ്. ഇന്ന് കെട്ടിപ്പിടിച്ചോട്ടി കിടക്കാനും. ഉമ്മമ്മ കുട്ടികളില്ലല്ലോ. കുട്ടികളൊക്കെ ഉമ്മമാര് വലിയതായില്ലേ. ഉമ്മമ്മ കുട്ടികളുണ്ടല്ലോ, ഇതൊക്കെ ഉമ്മമാരുടെ കുട്ടികളല്ലേ? ആ അമ്മമാരുടെ കുട്ടികളൊക്കെ തന്നെ ഒക്കെ വലിയ കുട്ടികളല്ലേ. ഈ വലിയ കുട്ടികളെങ്ങനെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുക? എനിക്ക് ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു കുട്ടികളാണ് ഇഷ്ടം. ഉമ്മമ്മക്ക് ഇപ്പം എടുത്തിട്ട് കുട്ടി ഉണ്ടാവുമല്ലോ, അതാ നുസീബിയെ ചൂണ്ടിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. പഠിച്ചോനെ 3 വയസ്സായിട്ടുള്ളൂ, അതിൻ്റെ വർത്താനം കേട്ടില്ല. മാഷാ അല്ലാ, കണ്ണ് തട്ടാതിരിക്കട്ടെ. എന്നാൽ ഇന്ന് ഉമ്മമാൻ്റെ കുട്ടി ഉമ്മമാൻ്റെ ഒപ്പം കിടന്നോളി. കഥയൊക്കെ പറഞ്ഞ് നല്ല മട്ടത്തിൽ ഞാനിങ്ങനെ ഉറക്കിത്തരാം. അങ്ങനെ അപ്പോൾ ഉമ്മച്ചി കരയൂലേ? സമീറയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മച്ചി ഇനി ഉമ്മമാൻ്റെ അടുത്ത് കിടക്കണോ ഉമ്മാൻ്റെ അടുത്ത് കിടക്കണോ? കുട്ടിയുടെ ആ ഒരു കൊഞ്ചലും ചിരിയും കളിയും വർത്താനും പുത്തൻ വീടിനെ വളരെയധികം സന്തോഷഭരിതമാക്കി. റഹ്മാനെ, പഠിച്ചവനെ, അള്ളാഹുവേ, ഈ കുട്ടിക്ക് മനസ്സൊക്കൊരു വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. നുസീബക്കും ഷമ്മാസിനും സെമീറാക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാലും ഉമ്മമാരുടെ കുട്ടി ഉമ്മമാരുടെ അടുത്ത് കുറച്ചു നേരം കിടന്നാണ്. ഇവര് നല്ല കഥയൊക്കെ പറഞ്ഞുതരാം. ആമൻ്റെ മുയലിന് കഥ ഉണ്ട്, പിന്നെ കാക്ക നെയ്യപ്പം കൊത്തിക്കൊണ്ടായ കഥ ഉണ്ട്. അങ്ങനെ പല കഥകളുണ്ട്. ഉമ്മമ്മക്ക് അറിയാം. ഇവൽക്കൊക്കെ ചോറ് വാരി കൊടുക്കുമ്പോൾ ഞാൻ അതിങ്ങനെ വാരി കൊടുക്കുമ്പോൾ തൊള്ളിലേക്ക് ഇങ്ങനെ ഉരുള വെച്ച് കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞു കൊടുക്കണ്ടീനോ. ഇവിടെ ഈ ഷമ്മാസ് കാക്കാക്കും അതുപോലെ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഓൽക്കും ഇങ്ങനെ കഥ ഓരോന്ന് പറയുമ്പോഴേ ഓലെ തൊള്ള തുറക്കുള്ളൂ. അമ്പിളി മാമനെ കാട്ടി കൊടുക്കണം, ചോറ് ഉരുള ഉരുട്ടിക്കാണ്ട് തൊള്ളിലേക്ക് വെച്ചു കൊടുക്കണം. അങ്ങനെ എന്നേ. എന്നാ പൊന്നാരിൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി ഫോണൊന്നും തുടരുതിട്ടാ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു ജാതി കുട്ടികളാ. എല്ലാവർക്കും ഫോണ് മതി. അമ്പിളി മാമനെ കാണണ്ട, ഫോണൊപ്പം വെച്ചിട്ടാണ് ഉമ്മമാർ ചോറ് വാരി കൊടുക്കൽ. ഉമ്മമ്മ ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ ഫോണ് കാണൂല. ഉപ്പച്ചിൻ്റെ ഫോണ് കുറച്ച് സമയം ഞാൻ എടുത്തിട്ട് വേഗം കൊടുക്കും. നല്ല കുട്ടികൾ അങ്ങനെ തന്നെയാണ്. നല്ല കുട്ടികൾ എന്തെങ്കിലും പഠിച്ച് കളിച്ച് വളരണം. അല്ലാതെ ഈ ഫോണിൽ നോക്കി ഇങ്ങനെ ഇരുന്നാലേ കണ്ണിനൊക്കെ കേട് വരൂലേ. ഉമ്മമ്മ ഞാൻ ഫോൺ എടുക്കൂല കേട്ടോ, ഞാൻ നല്ല കുട്ടിയാണ്. മോളെ സെമിയെ, ഉമ്മാൻ്റെ കുട്ടിക്ക് കുറച്ച് മാമു വാരിത്തറ്റേ. വേണ്ട ഉമ്മമ്മ, എനിക്കിഷ്ടമല്ല. പിന്നെന്താ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നാ വരി. ഐഷുമ്മ തന്നെ അവളെ തോളിലിട്ടു. എന്നാൽ സമീറ, ഉമ്മ നിങ്ങൾ എടുത്ത് നടക്കണ്ട, തരി, ഞാൻ എടുത്തോളാം. അവളെ സ്നേഹത്തോടെ അതാ സമീറ വാങ്ങുന്നു. ഉമ്മമ്മ ടാറ്റാ, ഞാനിന്ന് ഉമ്മച്ചിൻ്റെ പാട്ടോ. എൻ്റെ പൊന്നാര കുട്ടിയെ, ആയിക്കോട്ടെ. ഉമ്മമാനോട് ഞാൻ തെറ്റു കിട്ടോ എന്നോട്? ഉമ്മമാനോട് മുണ്ടൂരല്ലേ ജെ? അല്ല ഉമ്മ, ഞാനിന്ന് ഉമ്മച്ചിൻ്റെ ഒപ്പം, നാളെ ഉമ്മമ്മാൻ്റെ ഒപ്പം. അങ്ങനെ അതാ സമീറ അവളെ തോളിലിട്ട് ഉറക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്. ആ ഒരു താരാട്ടുപാട്ട് കേട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ ആ കുഞ്ഞിന് ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ സമീറക്കാണെങ്കിൽ ഒരു കുഞ്ഞിന് പോലും താരാട്ട് പാടാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അവൾക്കത് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ തോന്നുകയാണ്. അവൾ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ അതിനെ തോളിലിട്ട് ഉറക്കി അവളുടെ ബെഡിൻ്റെ അരുവിൽ കൊണ്ടുപോയി കിടത്തി. അവളും അല്പസമയം ആ കുഞ്ഞിൻ്റെ കൂടെ കിടന്നു, പുതപ്പ് മൂടിക്കൊടുത്തു. എന്തെന്നറിയില്ല, ആ കുഞ്ഞിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് തോന്നില്ലായിരുന്നു. റബ്ബേ, ഞാൻ പഠിച്ച റബ്ബിനോട് എത്ര പറഞ്ഞതാണ്. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതായിരിക്കും. എനിക്കൊരു കുഞ്ഞിനെ എങ്ങനെ കിട്ടിയല്ലോ റബ്ബേ.
അവൾക്ക് വല്ലാത്തൊരു സന്തോഷം. അതെ, എന്നും ഒറ്റയ്ക്ക് കിടന്നിരുന്ന സമീറ, അവൾക്കിന്നൊരു കുഞ്ഞുണ്ട് കൂടെ കിടക്കാൻ. അവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ഐഷുമ്മയും വിചാരിച്ചു, പാവം പെണ്ണല്ല സമീറ, അതിനുണ്ടാവില്ലൊരു പുതിയാപ്പിളാണ് ഇങ്ങനെ കള്ളും കുടിച്ച് പെണ്ണും കെട്ടി നടക്കുക, അങ്ങനെ ഇങ്ങനെയും കാട്ടിക്കൂട്ടുക. എന്താ ഇപ്പം ചെയ്യുക? ഓരോരുത്തരോരോ വിധി വേണ്ട ഒഴിവാക്കാൻ വേണ്ടിയത്. ഇതെന്താ ചെയ്യുക? ഓൾക്കൊരു കല്യാണം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഐഷുമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. സമീറെ വേറെ കെട്ടിക്കണം, അതേ നടക്കുള്ളൂ. അല്ലാതെ ആ പെരി പോയി കുറേ പേറി ഏറ്റങ്ങളെ ചീത്തയും വാക്കും കൊണ്ട് അതിൻ്റെ റബ്ബഞ്ഞ് വിടാനാവില്ല കുട്ടിനെ ഒരിക്കലും. ഐഷുമ്മ ചിലതൊക്കെ തീരുമാനിക്കുകയാണ്. ഐഷുമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വരുന്നു. മോളെ സെമിയെ, ആ ഉമ്മ, ഓൾ ഉറങ്ങിയില്ലേടേ? ഉമ്മ, പാവം തോന്നുകയാണ് ഉമ്മ. ഈ കുട്ടീൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് സങ്കടം വരികയാണ്. എന്താ മോളെ? പാവല്ലേ, ഉമ്മല്ലാത്ത കുട്ടിയല്ലേ? ഐഷുമ്മാക്കും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ്. മോളെ, ഉമ്മാൻ്റെ കുട്ടി പൊന്നു പോലെ നോക്കിക്കോളിയോളാം, പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി ഉണ്ടാവും കേട്ടോ. ഇജ്ജ് വിചാരിച്ചോ എൻ്റെ കുട്ടിയാണെന്ന് കരുതി നോക്കിക്കോ. ഞാൻ ആ കുട്ടീനെ അമ്മമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കോളാം. ഞമ്മക്ക് പാവല്ലടി, ഉമ്മല്ലാത്ത കുട്ടിയല്ലേ, ഉമ്മയില്ല അമ്മമ്മയില്ല, പിന്നെ ഇപ്പോൾ അത് ആരടുത്ത് നിൽക്കണേ? പാവ ഉസ്താദ് ഇത്രയും ദിവസം പള്ളിയിൽ അതിനെ വളർത്തി കൊണ്ട് നടക്കല്ലേ. ഇജ്ജ് നല്ലോണം നോക്കിക്കോ, പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അതിനുള്ള കൂലി ഉണ്ടാവും കേട്ടോ. ഉമ്മ, സമീറ കരയുകയായിരുന്നു. കാര്യമൊന്നും വേണ്ടടി, നമുക്ക് അള്ളാഹു നൽകിയൊരു കുട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പോരി ഭക്ഷണം കഴിക്കാൻ. സമീറ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയും കറിയും ഓട്സും അതെല്ലാം അവൾ വിളമ്പുന്നു. പോരി മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോരി. സെമിയെ, എടേ കുട്ടീനെ ആലോചിച്ചിട്ടുണ്ട്, പാവല്ലേ. സാരില്ലടേ, ഇത് നല്ലോണം നോക്കാം, എനിക്ക് ഇതിനുള്ള കുണം പഠിച്ചോൻ തരും, ഇത് നോയിക്കോ. സമീറ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും അവൾക്ക് കണ്ണീരായിരുന്നു. ഉമ്മ, ഓരോരുത്തരൊക്കെ അങ്ങനെയല്ലമ്മ. ചിലർക്ക് മക്കളെ കൊടുക്കും, പക്ഷേ ഉമ്മമാരുണ്ടാവില്ല. ചിലർക്ക് മക്കളെ കൊടുക്കൂല, അപ്പോൾ വേദന കുറേ ബാക്കി. മോളെ, ഒന്നും കൊണ്ട് ഈ കരയണ്ട, ഒന്നും വിഷമിക്കണ്ട. നുസൈബയും എല്ലാവരും ഭക്ഷണം കഴിച്ചു. പാവം കുഞ്ഞ്. എടാ ഷാമോനെ, മന കുട്ടിയൊന്ന് വിളിച്ചു പറഞ്ഞാൾ ഉസ്താദിനോട്, ഓൾ ഉറങ്ങിയിരിക്കണെന്ന്. ഒരു ഫോട്ടോ മുട്ടെടുത്താളെ. ഉമ്മ, അത് വേണ്ടമ്മ, ഫോട്ടോ ഒന്നും വിടണ്ട, ഉറങ്ങിയെന്ന് പറയാം. കാണുമ്പോൾ ഇടങ്ങാറായിരിക്കും, നമുക്കുണ്ടാവില്ല ഇടങ്ങാറ്. നമ്മളെ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തിയാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഷമ്മാസിനും അത് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു ആ ഉസ്താദിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എത്രയൊക്കെ തന്നെയാലും അതൊരു പിതാവല്ലേ, ആ പിതാവിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. അങ്ങനെ കിളിക്കൊഞ്ചിൽ പറയുന്നൊരു കുട്ടിയെ പെട്ടെന്നൊരു വീട്ടിലേക്ക് കൊണ്ടാക്കുക എന്ന് പറയുമ്പോൾ. എന്നാൽ ഉസ്താദിന് അപ്പോൾ തന്നെ വോയിസ് വിടുന്നു. ഹലോ ഫൈസ് ഉസ്താദെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, കുട്ടി ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കണം കേട്ടോ, റാഹത്തായി ഉറങ്ങിക്കണ്. ഇന്നും ഉമ്മച്ചിൻ്റെ അടുത്താണ് കിടക്കണമെന്ന് പറയണത്, നാളെ ഉമ്മമാൻ്റെ അടുത്ത് കിടക്കാം. ഭയങ്കര മത്സരമായിരുന്നു. ഒരു വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങൾ ആ കുട്ടിയെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഷമ്മാസ് വോയിസ് വിട്ടു. അപ്പോൾ തന്നെ അതാ ഉസ്താദ് അത് കേട്ടു. അദ്ദേഹം സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. റബ്ബേ, എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി, എൻ്റെ കുട്ടിക്ക് ഉമ്മയില്ലാത്തതുകൊണ്ടാണ് റബ്ബേ മറ്റുള്ള വീടുകളിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്ക് വന്നത്. റബ്ബേ അല്ലാ, എൻ്റെ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ അല്ലാ, വീട്ടുകാർക്ക് നീ സ്നേഹം കൊടുക്ക് റഹ്മാനെ. അദ്ദേഹം ദുആ ചെയ്തുകൊണ്ട് നേരെ അതാ പിന്നീട് വോയിസ് വിടുന്നു. ഷാമോനെ, അൽഹംദുലില്ലാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ കുട്ടീനെ നോക്കാണ്ടല്ലോ, അത് മതി. എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. കണ്ണീരോടാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ വോയിസ് കേട്ട് ഷമ്മാസ് ഒരുപാട് സന്തോഷിച്ചു. റബ്ബേ, ഒരാളുടെ കണ്ണീർ തുടക്കാൻ നമ്മൾ കാരണക്കാരനായാൽ പടച്ച റബ്ബേ എത്ര പ്രതിഫലമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക. റബ്ബേ, നിൻ്റെ പ്രീതി ഇതിൽ മുഖ്യമാണല്ലോ, നീ സ്വീകരിക്കണമല്ലോ. പുത്തൻ വീട് തറവാട്ടിന് ഒരു സന്തോഷമായി. എന്തൊക്കെ തന്നെയായാലും ആ ഒരു കുഞ്ഞിൻ്റെ വരവ് സമീറക്കും വല്ലാത്തൊരു ആശ്വാസമായി ജീവിതത്തിൽ. എന്നാൽ ഈ സമയം റാഹിലയുടെ വീട്ടിൽ ശരിക്കും റസിയ നാത്തൂന്മാരെ പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങളെന്തീ നോക്കി നിൽക്കണത്? എന്നും ഞാൻ ഇവിടെ ചായം കടി ഉണ്ടാക്കിയാലേ ഇവിടെ ആവുള്ളൂ? അല്ല, നിങ്ങൾക്ക് ആർക്കും തിന്നും കുടിക്കൊന്നും വേണ്ടേ?
വയസ്സായൊരു ഉമ്മ ഉണ്ട്, അതിനെ പോലും നിങ്ങൾ ശ്രദ്ധിക്കണില്ല ചേട്ടാ. നിങ്ങൾ വല്ലാത്തൊരു കാട്ടിക്കൂട്ടൽ തന്നെ കാട്ടണത്. എന്നാൽ റാഹില പറഞ്ഞു, അന്നെ പിന്നെ എന്തിനോട് കെട്ടിക്കൊടുന്നത്? ആ, ഇന്നിവിടെ മുഴുവൻ പണിയെടുക്കാൻ കെട്ടിക്കൊടുന്നതാണല്ലോ അല്ലേ? നല്ലത്. ഏതായാലും പറ്റിയ ആൾക്കാർ തന്നെയാണ്. ഇൻ്റെത് പോട്ടെ, ആ പ്രായമായ ഉമ്മാ നിങ്ങൾ കടുപ്പം കാട്ടണത് വല്ലാത്തൊരു തന്നെ. ഒരു നേരം ഗുളിക മരുന്ന് നിങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ടോ? ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ പെറ്റി പോറ്റി വളർത്തിയതല്ലേ. ഞങ്ങളമ്മാനെ എന്ത് കാട്ടണം എന്ത് ചെയ്യണം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതിൽ വന്ന് ഇടപെടണ്ട. ഇത്രയും കാലം ഞങ്ങളടുത്ത് തന്നെ ഉമ്മ ഞങ്ങളെന്നെ നോക്കിൻ്റെതും. ഇജിപ്പോൾ എന്നാ വന്നത്? ഇജി മിഞ്ഞാന്ന് കയറി വന്നപ്പോൾ ഇതിന് ഇത്രമാത്രം ഭരണമായാലോ? അതിപ്പോൾ എങ്ങനെ ശരിയാവോ? റായിലയുടെ ആ ഒരു വാക്ക്. പൊന്നാര താത്ത, വയസ്സായാലും നോക്കിയില്ലെങ്കിലേ കേസ് ഉണ്ടാവും. അത് നിങ്ങൾ മറക്കണ്ട. പഴയ പോലല്ല, എല്ലാത്തിനും പോലെ നിയമങ്ങളുണ്ട്. പ്രായമായാലും ഉപദ്രവിക്കുക, ചീത്ത പറയുക, അങ്ങനെ കാട്ടിക്കൂട്ടിയാൽ കേസ്. എൻ്റെ ഒരു കേസ് കുറേ അല്ലേ കേസ് പറഞ്ഞ് നടക്കുക തുടങ്ങിയിട്ട്. അതെ, ഞങ്ങളമ്മാനെ ഞങ്ങൾ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിടാൻ പോവാണ്. അല്ലാതെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുത്താനും ഞങ്ങൾ അയക്കണില്ല. അതെ, വൃദ്ധസദനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് ഇനിയിപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ല. ഓലാകുമ്പോൾ നേരത്തിന് ചായയും വെള്ളം എന്താ വെച്ചാൽ കൊടുത്തോളും. അല്ല ഇവിടെ ഇപ്പോൾ ആർക്കാ അതിനൊക്കെ ഒഴിവ്? പൊന്നാര താത്ത, പഠിച്ചോൻ കാണുന്നുണ്ട്, നിങ്ങൾക്കുണ്ട് മക്കള്. വലുതായാലും നിങ്ങൾക്ക് ഈ സ്ഥിതി വരും, അത് നിങ്ങൾ മറക്കണ്ട. അത് വന്നാൽ ഞങ്ങളാണ് സഹിച്ചോണ്ട്, മനസ്സിലായല്ലോ? എന്നാൽ ഇതെല്ലാം പാവം ആ ഉമ്മ ആ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതെ പഠിച്ചോനെ, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഒരു ശല്യമായി. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുണ്ട്. ഉമ്മ പ്രായിൽ നേരെ അങ്ങോട്ട്. ആ, എന്ത്? അല്ലമ്മ, നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, നല്ല സുഖമാണ് അവിടെ. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിച്ചാനും ആൾക്കാരുണ്ടാവും, നല്ല പൂന്തോട്ടം ഉണ്ടാവും, നേരത്തിന് ഭക്ഷണം കിട്ടും, ഇടയ്ക്കിടയ്ക്ക് ഓരോ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? ഇവിടെ ഇറ്ററിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കിട്ടാനുള്ളത്? എന്ത് നിങ്ങളീ പറയണത്? ആ, പറയണത് എന്താ വെച്ചാൽ നമുക്ക് അവിടേക്ക് പോവാം. നിങ്ങൾ എടുക്കാനുള്ളതൊക്കെ എടുത്തോളി. എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയുള്ളത് അത് നിങ്ങൾ പറയും. എന്നാൽ ഷെറീനയും അപ്പോഴങ്ങോട്ട് വന്നു. ഉമ്മ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോളി. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വേണമെങ്കിൽ വരവുണ്ടാവില്ല. ഈ പെരി നിൽക്കണേക്കാളും നല്ലത് അവിടെ നിൽക്കുന്നല്ലേ. ആ മാതാവ് ശരിക്കും കരഞ്ഞു പോയി. റബ്ബേ, ഞാൻ പെറ്റു പോറ്റുണ്ടാക്കി എൻ്റെ മക്കളാണല്ലോ എന്നോട് ഇത് പറയണത്. മക്കളെ എന്തിനാ ഉമ്മ? നമ്മൾ കല്യാണത്തിന് പോകണം, നിങ്ങൾ ഒടുക്കുമല്ല, മാറ്റിക്കോളി. ഏറ്റവും പുതിയ തുണിയും കുപ്പ എടുത്തോളി. ആ ഉമ്മാക്ക് ഏറ്റവും പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. എവിടുക്ക നിങ്ങൾ കൊണ്ടുപോകണില്ല? നമ്മൾ കല്യാണത്തിന് പോകണേ, വേറെ ഉടുക്കുമല്ല കേട്ടോ. എന്നാൽ നാസറും, ഉമ്മ കല്യാണത്തിന് പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ കാലത്ത് നമുക്ക് പോകണം. അപ്പം നിങ്ങൾ എന്ത് വേണം? പുതിയത്, ഏറ്റവും പുതിയ, പിന്നെ 3-4 കൂട്ട് എടുത്തും ചെയ്തോളൂ കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അല്ല കുട്ടിയെ, കല്യാണത്തിന് പോകുമ്പോൾ അന്ന് തന്നെ നമ്മളുകൊണ്ട് വരൂലേ? ആ, അന്ന് തന്നെ വരില്ല, 3-4 ദിവസത്തെ കല്യാണം ഉണ്ട്. ഇത് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. ഞങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഡ്രസ്സും കാര്യങ്ങളും. എടുത്തോളി. ആ ഉമ്മ വിറച്ചുകൊണ്ട് അതിൻ്റെ ഡ്രസ്സുകളെല്ലാം എടുക്കുന്നു. എന്നാൽ അത് കണ്ട് റസിയ സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഉമ്മ, നിങ്ങൾ എവിടുക്കാ? കുട്ടിയെ, ഞാൻ കല്യാണത്തിന് പോയി വരാം കേട്ടോ. ഇജ്ജ് പോരുന്നില്ലേ? ഞാൻ ഇല്ല കല്യാണത്തിന്. എന്താ നാസർക്ക, നിങ്ങൾ എവിടേക്കാണ് ഉമ്മാനെ കൊണ്ടുപോകണത്? അത് എൻ്റെ ഒരു ചെങ്ങാൻ്റെ കല്യാണം ഉണ്ട്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ഇതെന്തിനത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നിൽക്കണത്? എല്ലാം എടുത്തില്ലേ? മരുന്നും ഗുളികയൊക്കെ എടുത്തില്ലേ? നാസറേ, ആ ഓട്ടോറിക്ഷ എടുത്തോ. ആ ഉമ്മ ആ വീട്ടിൽ നിന്ന് അതാ ഇറങ്ങി പോവുകയാണ്. ഒരാൾ കൈ പിടിച്ചിട്ടുണ്ട് ഉമ്മാനെ. കുട്ടികളെ നടക്കാറൊന്നും വെജ്ജ. ഓ രമ്മ, ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് നല്ലത്. കല്യാണത്തിനൊന്നും പോകണ്ടില്ലേനു. കല്യാണത്തിന് പോയ എങ്ങോട്ടും നമുക്ക് തിരിച്ചു വരും. നിങ്ങൾ ബേജാറാകില്ലേ? എന്തിനാണ് കല്യാണത്തിനോ എത്രയും കൂട്ട് ഡ്രസ്സൊക്കെ എടുത്തത്? അതൊക്കെ ഉണ്ട്, നിങ്ങൾ കയറിക്കാൻ അങ്ങോട്ട് കയറിയില്ലേ? പോകാനായില്ലേ? ആ ഉമ്മ ഒരിക്കൽ കൂടി ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അതെ, തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുകളിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതെ, കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരണമല്ലോ എന്നായിരിക്കും ഒരു പക്ഷേ അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ അതാ 3 മക്കളും കൂടി ആ ഉമ്മയെ നേരെ കൊണ്ടുപോകുന്നു. കുട്ടികളെ, കല്യാണ പേരെത്താനയക്കണ? കല്യാണ പേരെത്താൻ കുറച്ചും കൂടെയാണ് പോകാണ്ട്.
അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് കൊണ്ടു നിർത്തിയത്. അല്ല, ഇതിപ്പോൾ കല്യാണപ്പേരക്ക് പന്തലൊന്നും ഇട്ടിട്ടില്ലല്ലോ. പൊന്നാരമ്മ, ഇപ്പോൾ ഓഡിറ്റോറിയം പോലെയുള്ള കല്യാണം. ഇപ്പോൾ എല്ലായിടത്തും ഓഡിറ്റോറിയത്തിലല്ല പന്തലേണ്ട എന്താ ആവശ്യമുള്ളത്? കുട്ടികളെ, ഈ കല്യാണത്തിന് ഇത് നോക്കി പിടിച്ച് പോകുമ്പോൾ ഒരു മോശമാണ്. ഇത് വണ്ടിയിൽ തന്നെ ഇവിടെ ഇരുന്നോട്ടെ, മാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അപ്പം എടുക്കാം. അങ്ങനെയൊന്നുമില്ല. ഉമ്മയുടെ ആ ഒരു സഞ്ചിയിൽ അവർ അതാ ആ സഞ്ചി എടുത്തുകൊണ്ട് അവർ പിന്നിൽ നടക്കുന്നു. ഒക്കെ എടുത്തിക്കണില്ല ഞങ്ങൾ. എടുത്തിക്കണ്. അങ്ങനെ അതാ നേരെ കൊണ്ടുപോയത് ഒരു വലിയ ഹാളിലേക്കായിരുന്നു. അല്ല കുട്ടികളെ, ഇവിടെ ആരും ഇല്ലല്ലോ. എന്നെപ്പോലത്തെ കുറേ പ്രായമായ ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളല്ലോ. എത്തിയടി. എടി റായില്ല, സെറീന, ഇവിടെ കല്യാണപ്പേരത്തെ പുതിയണ്ണിനും പുതിയാപ്പിള്ളിനും കാണാനില്ലല്ലോ. ഉമ്മ ഇപ്പം വരും. ഓലൊക്കെ ഇവിടെ മേലെ ഇക്കാരം. ഓരോരുത്തരും ഈ വൃദ്ധയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നോക്കുന്നുണ്ടായിരുന്നു. അതെ, അനാഥരായ അഗതികളായ ഒരുപാട് പ്രായമായവർ ആരൊക്കെയോ പ്രതീക്ഷിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ അതുവരേക്കും പോറ്റി വളർത്തി ഉണ്ടാക്കിയ തൻ്റെ മക്കൾ ഉദ്യോഗസ്ഥരായി, ജോലിയുള്ളവരായി, മുതലാളിമാരായപ്പോൾ പലരും ഉമ്മയെ നോക്കാൻ കഴിയാതെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. പ്രതീക്ഷയോടെയായിരുന്നു അവർ നോക്കിയിരുന്നത്. തൻ്റെ മക്കളെങ്ങാനും വരുന്നുണ്ടോ എന്ന് കരുതിയിട്ടായിരിക്കും. ഉമ്മ, ഇന്ന് നിങ്ങളുടെ പാർത്തോളി. അപ്പോഴേക്കും നാസർ എവിടേക്ക് പോയി, ഓഫീസിൽ പോയി ഒപ്പിടലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പ്രതീക്ഷയോടെ തൻ്റെ മക്കൾ തൻ്റെ അരികിലേക്ക് വരുമെന്ന് വിചാരിച്ച് ആ വൃദ്ധയായ സ്ത്രീ അത് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് തൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ കൈവച്ചു. എന്താ നിങ്ങളെ പേര്? എൻ്റെ പേര് കദിയമോ. മക്കളെവിടെ? എൻ്റെ മക്കളെ ഞാൻ എന്നും കാത്തു നിൽക്കും, ഓലാരും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു വൃദ്ധയായ സ്ത്രീ അവരോടത് പറഞ്ഞപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയോ എന്നറിയില്ല. പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. എന്നാൽ മകൻ നാസർ വന്നു. നിങ്ങൾക്കുള്ള റൂമും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരി. നിങ്ങൾക്ക് കുറേ ചങ്ങാഴ്ചകളും ഉണ്ട് ഇവിടെ. പിന്നെ ആ ഇരുട്ടുമുറിയിൽ നിങ്ങൾക്ക് ഇനി നിൽക്കണ്ട. അല്ല കുട്ടിയെ, കല്യാണത്തിന് കൊണ്ടുവന്നിട്ട് ഇജിപ്പോൾ പിന്നെ ഇവിടെ ഒറ്റക്കിട്ട് കല്യാണം ആവുമ്മ. കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ വന്നതല്ലേ. ഇവിടുത്തെ കല്യാണം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുന്നിക്കണത്. എന്നാൽ ഷെറീനയും റാഹിലയും വിട്ടുനിന്നു എന്നല്ലാതെ ഉമ്മയെ ഒന്ന് ശരിക്കും നോക്കാൻ പോലും വന്നില്ല. ഉമ്മ പ്രതീക്ഷയോടെ നോക്കി. റാഹില, ഷെറീന. എന്നാൽ ഉമ്മയെ വെറുപ്പോടെയായിരുന്നു അവർ നോക്കിയത്. അതെ, ഇവിടെ നിന്നോളി, എല്ലാവരും നിങ്ങളെപ്പോലത്തെ ആൾക്കാരനാണ് ഇവിടെ, മനസ്സിലായല്ലോ. ഞാനും വരുന്നുണ്ടടി കുടിക്ക്. ഞാൻ ഇപ്പം തന്നെ കല്യാണത്തിന് ഇവിടെ നിൽക്കണില്ല. അവിടെ നല്ല മട്ടത്തിൽ നിൽക്കണേ നിങ്ങൾക്ക് നിൽക്കാം. നേരത്തെ തിന്നാനും കുടിച്ചാനും കിട്ടും. അല്ല, അങ്ങോട്ട് പോകാനോ പട്ടിണി കിടക്കുക. എന്താ നിങ്ങൾക്ക് മാണ്ടിയത്? റാഹിലയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ ഒന്ന് നെടുവീർപ്പിട്ടു, കണ്ണുകൾ തുടച്ചുകൊണ്ട്. മക്കളെ, ഞാനും പോകുന്നുണ്ട് പെരീക്ക്. ഞാനിവിടെ ഒറ്റക്ക്. നിങ്ങൾ ഒറ്റക്കോ? ഇത്രയും കണ്ട ആൾക്കാർ കണ്ടില്ലേ, കുറേ പ്രായമായ ആൾക്കാർ, നിങ്ങളെപ്പോഴുള്ളവർ തന്നെയാണത്. എന്നാൽ ആ ഉമ്മ വിതുമ്പുകയായിരുന്നു. എന്തിനാ മക്കളെ നിങ്ങൾ പോണത് എന്നെ ഇവിടെ ഇട്ടിട്ട്? ഞാനും വരുന്നുണ്ട്. വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കാണ്ട, നിങ്ങളെ പിടിച്ച് പുറത്താക്കും. അത് പറഞ്ഞുകൊണ്ട് ഷെറീനയും റാഹിലയും അവിടെ നിന്ന് പോകുന്നു. കൂട്ടത്തിൽ നാസറും. പെട്ടെന്ന് ഒരു സിസ്റ്റർ, ഉമ്മ വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരി. ഉമ്മാക്കുള്ള റൂമാണിത്. ഈ റൂമിൽ 2 പേരാണ് കിടക്കുക. പിന്നെ നിങ്ങൾക്ക് വർത്താനം പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. നേരത്തിന് ഭക്ഷണം കിട്ടും. പക്ഷേ സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞിട്ടും ആ മക്കൾ പോകുന്നതായിരുന്നു ആ ഉമ്മ നോക്കിയിരുന്നത് കണ്ണീരോടെ. മക്കളെ, എന്നിട്ട് നിങ്ങൾ എവിടുക്കാ പോണത്? സങ്കടത്തോടെ ആ ഉമ്മ വിതുമ്പിക്കരഞ്ഞു. തൻ്റെ മക്കൾ തന്നെ തിരിച്ചു കൂട്ടാൻ വരുമോ എന്ന് ഓർത്ത് ആ ഉമ്മ ആ ഒരു ജനലഴികൾ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു. അതെ, തൻ്റെ മക്കൾ ആ ഓട്ടോയിൽ കയറി പോകുന്ന രംഗം ആ ഉമ്മ വിതുമ്പലോടെ നോക്കി നിന്നു. അവർ അകന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ അവിടെ ഇരുന്നു. അല്ലാ പഠിച്ചോനെ,
എന്തിനാ റബ്ബേ എനിക്ക് ഇത്രയും ആയുസ് തന്നത്. ആ ഉമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.